ഓക്കെ ഗേസ്, ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോണ ഇന്ത്യൻ ബൈക്ക് ഗ്രൈൻഡ് റീഡിങ്. ഇന്ന് പിന്നെ നമ്മുടെ വണ്ടിയിൽ കളവൊക്കെ പറ്റിട്ടാ. നമ്മുടെ വണ്ടി നോക്ക് പെട്ട സാധനമാണ്. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇന്നില്ലേ നമ്മുടെ ഷിൻചാനില്ലേ, ചിലരൊക്കെ ഷിൻചാൻ്റെ കാർട്ടൂണുണ്ടാവും. അവൻ ഇന്ന് ഇങ്ങോട്ട് വണ്ടി അവനില്ലേ ഫ്ലൈറ്റിൽ കയറുമ്പോൾ വിളിക്കാന്നാ പറഞ്ഞേ. നമുക്ക് കാര്യം ചെയ്തേക്കാ, ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ വിളിക്കണം വരെ. ഇവൻ ഇന്നെങ്ങാനും വിളിക്കോ? ഞാൻ സത്യത്തില് കുളിക്കാനിറങ്ങിക്ക. ഞാൻ ഫ്ലൈറ്റ് എത്തേണ്ട ടൈമായി, ലാൻഡ് ചെയ്യണ്ടേ. അപ്പൊ നമുക്കൊന്ന് കുളിക്കാം. നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് ഒറ്റ ചാട്ടം. ഓക്കെ, നമ്മളിങ്ങനെ കുളിച്ച് കഴിഞ്ഞൊക്കെയാണ് കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഷർട്ടൊക്കെ എടുത്തിടാം. ഓക്കെ, നമ്മൾ വേഗം വണ്ടി എടുത്തേക്കാണ് കേട്ടാ. ഞാൻ ലാൻഡായി. ഇപ്പൊ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ അടുത്തേക്ക് പോവാ. വേഗം 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 എന്നെ പൊഞ്ച് കേട്ടാ. വണ്ടി ഒന്ന് കുറച്ച് സ്പീഡിൽ എടുക്കോ. അവിടെ ടിടിയല്ലേ എന്റെ പൊഞ്ഞ് ചേട്ടാ. ഞാൻ ഓവർടേക്ക് ചെയ്യാം. ഇന്നൊന്നും ഇയാൾ വണ്ടി എടുത്തോണ്ട് പോവില്ല. എന്റെ പൊഞ്ഞ് ചേട്ടാ, ഒന്ന് പ്ലീസ്. എന്റെ കൂട്ടുകാരൻ അവിടെ വെയിറ്റ് ചെയ്യണം എയർപോർട്ടില്. നമുക്ക് അങ്ങോട്ട് സ്പീഡിൽ എടുത്ത് പോവാ. എന്റെ പൊഞ്ഞ് എന്ത് കഷ്ടമുണ്ട്. ഇയാൾ സൈഡ് വാങ്ങി തന്നുകൊണ്ട് താങ്ക് യു. നമുക്ക് ഈ വണ്ടി ഇവിടെ കയറ്റാം. ഒരു മിനിറ്റ്, അവനെ കാണാനില്ലല്ലോ. അവൻ പുറത്ത് അവന് നിക്കാൻ പറയാം നമുക്ക്. ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അവനോട് പുറത്തങ്ങ് നിക്കാൻ പറയാ. ഫോൺ അവിടെ പോക്കറ്റിൽ എവിടെ ഞാൻ വെച്ചത്? ഏത് പോക്കറ്റില? കിട്ടി. നമുക്ക് അവനെ വിളിച്ചു പറയാം. ഓക്കെ, എടാ ഷിൻചാനെ, നീ എത്രയും പെട്ടെന്നില്ലേ താഴോട്ട് ഇറങ്ങിവാ. നമുക്കില്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാ. ഞാൻ ഇറങ്ങി വന്നേ, ഒരു മിനിറ്റ് കൂടി എനിക്ക്. ശരി. ഹായ് അണ്ണ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നീ വേഗം നടക്ക്. നീ ഇന്നെങ്ങാനും ഓടി വരുമോ? നീ എന്റെ തൊട്ടടുത്തായിട്ടുള്ളൂ. വണ്ടിക്കോ അണ്ണ. ഇതാണ് അണ്ണന്റെ വണ്ടി. ഇതെനിക്ക് ഇഷ്ടായില്ല. അണ്ണനെന്തിനാ ഈ വണ്ടി എടുത്തത്? ഈ വണ്ടിക്ക് അധികം സ്പീഡൊന്നുമില്ല. മോനെ, റോട്ടിലൊക്കെ പോകുമ്പോഴാണ് സ്പീഡില്ലാത്ത. അല്ലാത്തപ്പോ ഓഫ് റോഡാണെങ്കിൽ ഈ വണ്ടി പോന്നേനെ. നിനക്ക് റാമ്പിൽ ചാടിപ്പോണം. അയ്യോ അണ്ണ, അത് വേണോ? നമ്മ വീഴോ? ഇല്ലടാ, ഞാനൊക്കെ ഇല്ലേ റേസിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഞാനിപ്പൊ ലംബോർഗിനി ഓടിച്ചു നടന്ന. ആണോ അണ്ണ? അപ്പൊ ഇന്ത്യയിലെ ഏതാ ഓടിച്ചിടുന്ന? ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കറിയില്ലേ ഞാൻ ഫെറാറി ഓടിച്ചിട്ടുള്ള? നീ ഇപ്പൊ കണ്ടോ? 3, 2, 1 ആയിട്ടില്ല കേട്ടാ. നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. 3, 2, 1. എന്റെ അമ്മ, സാബാഷ്. അണ്ണന് കിട്ടിയൊന്നും പോരെ. എന്ത് സ്പീഡിലാണ് പോണേ. പേടിക്കാതിരിച്ചാനെ, നിന്നെ കൊണ്ടുവന്ന ബന്ധമായി. നീ ഇത്രക്ക് പേടിക്കല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വാക്കോട് നിനക്കില്ലേ പറക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. നോക്കോ. അയ്യോ, അണ്ണ ഇത്ര വലിയ ഇടിച്ചിട്ടാ അണ്ണ സിംഗിളായിട്ട് പോയി പോയ ഷിൻചാനെ. എനിക്കില്ലേ കുറച്ചാൾ കഴിയുമ്പോ ഇല്ലേ സെറ്റ് ആയിക്കോളും. നിനക്ക് വേണ്ടിട്ടില്ലേ ബോഡി ബിൽഡർ ആക്തരാനാ നിന്നെ. മോളിലേ അത് സീക്രട്ടാണ്. നീ ആരുടെ പോയി പറഞ്ഞേക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. അത്രക്ക് സീക്രട്ട് ആക്കണ്ട. എന്റെ വീട്ടിലെ ജിമ്മാണ്. അണ്ണന്റെ വീട്ടിലെ ജിമ്മാ? എന്നെ പോയണ്ണ. അണ്ണനാണെങ്കിലേ തള്ളടിച്ച് മനുഷ്യരെ കൊല്ലോരാ. വേണമെങ്കിൽ വിശ്വസിച്ചാ മതിട്ടാ. നീ വേണമെങ്കിൽ മോളിൽ പോയി നോക്കിക്കോ. നോക്കാം. അണ്ണാനും കൂടി വാ, ഞാൻ ഒറ്റക്ക് പോവില്ല. എന്നാ വരാ. കാണിച്ചു തരാവാ. കണ്ടടാ, ഇതാണ് ജിമ്മ്. കണ്ടില്ലേ? അപ്പൊ അണ്ണൻ സത്യമായിരുന്നാ? ഞാൻ വിശ്വസിക്കില്ല സത്യത്തിൽ. നിനക്ക് ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഞാനില്ലേ പഠിപ്പിച്ചു തരാം. നാളെ പഠിപ്പിച്ചു തരാം. നമുക്കില്ലേ ഒരു കാര്യം ചെയ്താലാ, ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റാ. അടിച്ചു മാറ്റാ.
നല്ല രസമായിരിക്കും, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ ഗെയിംസ് കളിക്കാറുണ്ട്. ശരി വാ. ഷിൻചാനെ, ഇതാണ് നമ്മുടെ വണ്ടി. നീ കേറിയല്ല? കേറി. ഞാനില്ലേ എന്റെ അടുത്ത് ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനില്ലേ ഗൂഗിൾ മാപ്പ് ഇടാം, അവിടേക്ക് നമുക്ക് ചെല്ലാം. ആട് ഷിൻചാനെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മ വീട്ടിലേക്ക് എത്തിയൊക്കെയാണ്ടാ. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിടാം. ആളില്ലേ വണ്ടിയൊക്കെ തപ്പുമ്പോ അതിനെ ഗ്യാരേജിൽ നോക്കാറുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാളെ. ആണോ അണ്ണാ? അണ്ണനൊരു കാര്യം ചെയ്യും, ഇവിടെ വണ്ടി ഇട്ടിട്ടില്ലേ, ഈ വീട്ടിൽ ആരുമില്ല എന്നാ കാണിച്ചത്. മെസ്സേജ് വന്നു. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, താക്കോൽ എടുത്തിട്ടില്ലേ നേരെ അങ്ങോട്ട് പോവാ. എങ്ങടെ വീട്ടിലോട്ടാ? അതെ അണ്ണാ. ആ ശരി. ഈ വണ്ടി കൊള്ളാട്ടോ, ഒരു രക്ഷയില്ല വണ്ടി. ഈ വണ്ടി കണ്ടില്ലേ, നല്ല പ്രീമിയം ലുക്ക്. ഇതിന്റെ എഞ്ചിന്റെ അതിന്റെ മോഡിഫിക്കേഷനൊക്കെ ഒന്ന് അറിയണം. അവരല്ലെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഭയങ്കര പവർഫുള്ളായി. ഇപ്പൊ അവൻ മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പവർഫുള്ളായി. നോക്ക് ഇതിന്റെ ഇന്റീരിയർ. നമ്മുടെ ഷിൻചാൻ എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. അവന് വീടിന്റെ അകത്തിരുന്നില്ലേ താക്കോല് അപ്പിക്കൊണ്ടിരിക്കുക. അവന് ഇല്ല ഇപ്പൊ വരുന്ന അവനെ. എടാ ഷിൻചാനെ, നീ ഇപ്പൊ എവിടെയാ? എനിക്കിപ്പൊ താക്കോലിട്ടി, ഞാൻ എന്താ മഞ്ഞ്. ഓ, ഈ മനുഷ്യനെ അടങ്ങിയ എടുത്തിട്ട് വണ്ടി പുറത്തേക്ക് വെക്കണം. എങ്ങനെയാവോ ഇവൻ? എന്നാലും ഇങ്ങനെ ഈ വണ്ടി കയറ്റിന്നാവോ? പക്ഷെ എന്റെ പൊന്നെ, ഈ വണ്ടി ഞാൻ ആക്സിലേറ്ററിൽ ചവിട്ടി പിടിക്കണ്ട, എന്നിട്ട് ഈ ബാക്കിലോട്ട് പോകണ. ഇപ്പൊ ചവിട്ടി പിടിക്കണ്ട, ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ചവിട്ടിട്ട് വണ്ടി പോകണ. ഇത് ശരിക്കും ഇല്ലേ നമ്മുടെ SUVs വെച്ചാണ് പറ്റുക അങ്ങനെയൊക്കെ. ഞാൻ സത്യത്തിൽ പോയിക്കണ SUV ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വെക്കാം. ഓക്കെ, പുറത്തേക്ക് വെക്കിയൊക്കെ ആണ്ട് നമുക്ക് വണ്ടി വിടാം. ഓക്കെ, നൈസായിട്ട് പണിപ്പാളിയൊക്കെയാണ് കേട്ടാ. നമുക്ക് 1 സ്റ്റാർ വാണ്ടഡ് ലെവല് കിട്ടി. നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും സ്പീഡ് വിട്ട് പോവാ. ഇതിന്റെ എഞ്ചിൻ നല്ല പവർഫുള്ളാണ്. എനിക്കില്ലേ വയ്യാത്തപ്പോ ഇല്ലേ എഞ്ചിൻ പവർഫുള്ളായിട്ട് ഓടിക്കാനില്ലേ വയ്യായ്മ ഒന്നും ഇല്ലെങ്കിലാണ് പവർഫുൾ അല്ലാത്ത. ഒരു കാര്യം ചെയ്യും, വണ്ടി എവിടെ നിർത്താണ്ട് പോകും. അങ്ങനെയാണെങ്കിലേ പോലീസുകാര് പൊക്കോളും. ആ വില്ലേജിന്റെ അകത്ത് കയറും. പോലീസുകാര് വില്ലേജിന്റെ അകത്ത് കയറാറില്ല. നീ പറഞ്ഞ ശരിയാണ്, വില്ലേജിന്റെ അകത്തോട്ട് നമുക്ക് കയറി പോവാ. അല്ലേ വേണ്ട, നമുക്ക് റാമ്പ് ചാടി പോവാ. റാമ്പ് ചാടിയായില്ലേ പോലീസുകാർക്ക് നമ്മളെ കാണാൻ പറ്റൂല. അതാണ്. ആണോ? വേഗം റാമ്പ് ചാടിക്ക് വേഗം. ആശ്വാസം. ഓക്കെ, നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയൊക്കെയാണ്ടോ. നമുക്ക് ഈ വണ്ടിയില്ലേ ഈ ഷോറൂമിൽ റിപ്പയർ ആക്കാം. ഓക്കെ, നമ്മുടെ വണ്ടിയൊക്കെ എടുത്തൊക്കെയാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലോട്ട് പോവാ. ഓക്കെ, സോ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാം, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.